ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറിയതെന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സർവീസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് ഗിയർ ബോക്സിൽ നിന്ന് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് അതിൻ്റെ ഓയിൽ സീൽ, ഗിയർ ഓയിൽ, ഗ്യാസ്കറ്റ് തുടങ്ങി അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബെൽറ്റ്, അതിൻ്റെ റോളർ, പിന്ന് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തേക്കണേ. അതേപോലെ ബെൽറ്റ്, അതിൻ്റെ റോളർ, പിന്ന് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലച്ചിൻ്റെ അത് ചെയ്തേക്കണ വർക്ക് കേട്ടോ. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണേ. പക്ഷേ എങ്കിൽ കൂടി സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നീട് കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് നമുക്കത് മാറ്റിയാലും മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തതാണ് ക്യാം. ബ്രേക്കിൻ്റെ ഒരു കേബിൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്, പുതിയ കേബിളാണ്. ഗിയർ ബോക്സിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ അതുമ്പോൾ കിടക്കുന്നത് പുതിയ ഓയിലാണ്, കഴിഞ്ഞ ദിവസം മാറ്റിയിട്ടുള്ളത്. കാരണം എൻജിൻ ഓയിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് മാറ്റിയാണ് പാർട്സ് ബാക്ക് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനൊക്കെ ഇതായിരുന്നു കേട്ടോ. അത്രയ്ക്ക് മോശമായിരുന്നു. ബെൽറ്റും കംപ്ലൈൻ്റ് ആയിരുന്നു, ബാക്ക് ബ്രേക്ക് ലൈൻഡർ. പിന്നെ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റൊക്കെ ഓൾറെഡി റിബേറ്റ് ലൂസായിട്ട് കിടന്ന് പിടയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളത് മാറ്റിയതിന് ശേഷം നട്ട് ബോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, പിടയ്ക്കാത്ത രീതിയിലേക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അതിനകത്ത് എൻജിൻ ചെക്ക് വാണിംഗ് ലാമ്പ് തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. മീറ്ററിനകത്ത് ഫ്യൂൽ പമ്പിൻ്റെ ഒരു വാണിംഗ് ലാമ്പ് തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്രാങ്ക് പൊസിഷൻ സെൻസർ എന്ന് പറയുന്ന യൂണിറ്റാണ് അതിൻ്റെ പ്രോബ്ലമായിട്ട് കാണിച്ചേക്കുന്നത്. അത് വന്നത് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിലായിട്ട് പറഞ്ഞാൽ എൻജിൻ ഡൈനാമോ കോയിലാണ്. കോയിലും കൂടി ഇൻബിൽഡായിട്ടാണ് അതിനകത്ത് വന്നത് കേട്ടോ ഐറ്റം. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കോൺടാക്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി, ഇനി എന്തെങ്കിലും ഒരു ലൂസ് കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് അത് ക്ലീൻ ചെയ്തിട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ ബാറ്ററി ഇങ്ങനെ ഉള്ളത് കൊണ്ട് ചില കേസിൽ അങ്ങനെയും വന്നുകൂടായില്ല. കാരണം കറക്റ്റ് സെൻസറുകൾക്കും എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കിട്ടണം. അതിനകത്ത് ചെറിയ വേരിയേഷൻസ് മാറ്റുമ്പോൾ ഓൾറെഡി അതിനകത്ത് സിംറ്റം കാണിക്കും ലക്ഷണങ്ങൾ. പിന്നെ ഈ പൊസിഷൻ സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് വന്നാലുള്ള നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ, പിന്നീടുള്ള ലക്ഷണങ്ങൾ നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് വേറെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി അത് ആ കാണിച്ചാർന്ന കംപ്ലൈൻറ്റ് കോഡ് റേസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നീട് ഇനി പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അത് ഡയറക്റ്റ് കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്കും തന്നെ കംപ്ലൈൻറ്റിന് മിസ്ഫെയർ, അതായത് സൈലൻസറിൽ പൊട്ടൽ പോലെയൊക്കെ വരാം, വലി കുറയാം, ഒരുപാട് വലി കുറയാം. അതൊക്കെയാണ് എൻ്റെ ലക്ഷണങ്ങൾ കേട്ടോ. കാരണം അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ഏകദേശം 4000 രൂപ മുകളിലൊക്കെ വില വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാരംഭമായിട്ടുള്ള ബാക്കിയത്തെ വർക്കുകൾ നോക്കിയിട്ട് എന്തെങ്കിലും പ്രത്യക്ഷമായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് കാണിച്ചതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും എമൗണ്ട് വന്ന കേസായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വണ്ടിക്ക് ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. അതായത് ആ എൻജിൻ ചെക്ക് കാണിച്ചിട്ട് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോവുക, സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ആണെങ്കിലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ചെക്ക് ചെയ്ത് അത് സാധനം മാറ്റി വെച്ച് നോക്കേണ്ടേക്ക് വരാം. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, അത് അറിഞ്ഞു വയ്ക്കുക. അതിൻ്റെ ക്രാങ്ക് പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള യൂണിറ്റാണ്. ഏകദേശം ഒരു 4000 രൂപ, 4050 രൂപ ആ റേഞ്ച്, 4100 അടുത്ത് ഉണ്ട് ഐറ്റത്തിന് റേറ്റ് കേട്ടോ. അങ്ങനൊരു കേസ് ഉണ്ട്, ശ്രദ്ധിച്ചേക്കാം. ബാക്കിയത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വാട്ടർ സർവീസും കാര്യങ്ങളും കൂടെ ഉള്ളൂ. അതിന് ശേഷം വണ്ടി ബില്ലായി കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്തോളൂ ഓഫീസിൽ നിന്ന്. ഓക്കെ.